ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സാധ്യത ഉയരവെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം രാജ്യവ്യാപകമായി മോക്ക് ഡ്രിൽ നടന്നു. രാജ്യത്തെ 244 ജില്ലകളിലാണ് മോക്ക് ഡ്രിൽ നടന്നത്. കേരളത്തിൽ 14 ജില്ലകളിലും മോക്ക് ഡ്രിൽ നടന്നു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് സൈറൺ മുഴക്കുകയും മോക്ക് ഡ്രിൽ നടത്തുകയും ചെയ്തത്. യുദ്ധകാല അടിയന്തര സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, പെരുമാറേണ്ടത് എന്നത് സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന പരിപാടിയാണ് മോക്ക് ഡ്രില്ലുമായി ബന്ധപ്പെട്ട് നടന്നത്. കമ്മ്യൂണിറ്റി തല ഇടപെടലുകൾക്കും ഗാർഹിക തല ഇടപെടലുകൾക്കുമുള്ള നിർദ്ദേശങ്ങളാണ് പ്രധാനമായും നൽകിയിരുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ആളുകൾ ഗൗരവം ഉൾക്കൊണ്ട് മോക്ക് ഡ്രില്ലിൽ പങ്കാളികളായി. കേരളത്തിൽ 126 കേന്ദ്രങ്ങളിലായിട്ടാണ് മോക്ക് ഡ്രിൽ നടന്നത്. ഷോപ്പിംഗ് മാളുകൾ, സിനിമാ തിയേറ്ററുകൾ എന്നിവയുൾപ്പെടെ തിരക്കേറിയ സ്ഥലങ്ങളിലാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി ജനങ്ങളെ ഒഴിപ്പിക്കുകയും വിവിധ കേന്ദ്രങ്ങളിൽ ലൈറ്റ് ഓഫ് ചെയ്യുകയും ചെയ്തു. അഗ്നിശമന സേനയ്ക്കായിരുന്നു മോക്ക് ഡ്രില്ലിന്റെ ചുമതല. എയർ വാർണിംഗ് ലഭിച്ചതോടെ ജില്ലാ ആസ്ഥാനങ്ങളിൽ സൈറൺ മുഴങ്ങി. ഷോപ്പിംഗ് മാളുകൾ, സിനിമാ തിയേറ്ററുകൾ എന്നിവയുൾപ്പെടെ തിരക്കേറിയ സ്ഥലങ്ങളിലാണ് ഇത് സംഘടിപ്പിച്ചത്. അടിയന്തര സാഹചര്യത്തിൽ ജനങ്ങളെ സുരക്ഷിത സ്ഥാനത്തിലേക്ക് മാറ്റാനുള്ള ഡ്രില്ലും ഇതിന്റെ ഭാഗമായി നടന്നു. 1971 പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിന് മുന്നോടിയായിട്ടാണ് ഇന്ത്യയിൽ നേരത്തെ ഇത്തരത്തിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. ആക്രമണത്തിന്റെ ഭാഗമായി തീപിടുത്തമോ മറ്റോ ഉണ്ടായാൽ ഏതു തരത്തിൽ ആളുകളെ ഒഴിപ്പിക്കണം, ആശുപത്രിയിലേക്ക് മാറ്റുന്നതെങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി നടന്നത്. മോക്ക് ഡ്രില്ലിൽ കൺട്രോൾ റൂമുകളുടെയും ഷാഡോ റൂമുകളുടെയും പ്രവർത്തനക്ഷമത പരിശോധിച്ച് പിഴവുകളില്ലെന്ന് ഉറപ്പാക്കി. വൈദ്യുത ബന്ധം, ഫോൺ സിഗ്നലുകൾ തകരാറിലായാൽ എന്തൊക്കെ ചെയ്യും തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ മോക്ക് ഡ്രില്ലിലൂടെ പരിശോധിക്കപ്പെട്ടു.